സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വൻ ധൂർത്ത് തുടർന്ന് സർക്കാർ. മുഖ്യമന്ത്രിയുടെ നന്ദിപ്രമേയ മറുപടി പ്രസംഗം പുസ്തക രൂപത്തിലാക്കാൻ 4 കോടി രൂപയ്ക്കടുത്താണ് അനുവദിച്ചിരിക്കുന്നത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപനത്തിനുള്ള മറുപടിയാണ് സർക്കാർ പുസ്തകമാക്കിയത്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഒരുപക്ഷെ രാഷ്ട്രീയ പകപോക്കലിനുള്ള ഒരു അജണ്ട ഈ പുസ്തക പ്രസാധനത്തിൽ, പുസ്തകം അച്ചടിക്കുന്നതിലെല്ലാം ഒളിഞ്ഞിരിക്കുകയാണ്. സർവോപരി അങ്ങേയറ്റം കടക്കണിയിലായ ഒരു അവസ്ഥയിൽ സംസ്ഥാനം നിൽക്കുമ്പോഴാണ് സ്വാർത്ഥ താല്പര്യങ്ങളുടെ പുറത്ത് 4 കോടി രൂപ മുഖ്യമന്ത്രിയുടെ പുസ്തകം അച്ചടിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ സമഗ്ര വിവരങ്ങൾ? നിലമ 2024 ജനുവരി 25-നാണ് അന്ന് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത്. സർക്കാരുമായി വലിയ രീതിയിലുള്ള ഒരു പോര് തുടരുന്നതിനിടെയായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. അതുകൊണ്ട് തന്നെ ഗവർണറെ കൊണ്ട് പരമാവധി കേന്ദ്ര സർക്കാരിനെതിരെ പറയിക്കാനുള്ള ശ്രമങ്ങൾ ഈ നയപ്രഖ്യാപനത്തിലൂടെ സർക്കാർ നടത്തിയിരുന്നു. എന്നാൽ ഗവർണർ നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി 1 മിനിറ്റിൽ താഴെയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. അതിനുശേഷം അദ്ദേഹം നിയമസഭ വിട്ട് പോവുകയും ചെയ്തു. ഈ നന്ദിപ്രമേയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനം നടത്തിയ വികസന പ്രവർത്തനങ്ങളുമൊക്കെ അക്കമിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തിയത്. അതിലേറെയും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന രീതിയിലായിരുന്നു. ഇതിനൊപ്പം തന്നെ ഈ ന്യൂനപക്ഷങ്ങളെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളും ഈ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. ജനുവരി 31-നായിരുന്നു ഈ നന്ദിപ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി സംസാരിച്ചത്. ഈ പ്രസംഗമാണ് നിലവിലിപ്പോൾ പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നത്. ഈ പുസ്തകമാക്കി മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയായിരുന്നു. ഇതിനായാണ് 4 കോടി രൂപയ്ക്കടുത്ത് അനുവദിച്ചിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 3,84,00,000 രൂപയാണ് ഇതിനായി സർക്കാർ ചെലവഴിക്കുന്നത്. ഈ രീതിയിൽ KBPS-നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ നേരത്തെ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ 47 ലക്ഷം കോപ്പികൾ അച്ചടിച്ച് വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ 1 മിനിറ്റിൽ താഴെയായിരുന്നു ഗവർണർ സംസാരിക്കുകയും അതുപോലെ കൃത്യമായ കാര്യങ്ങൾ മാത്രമായിരുന്നു ഗവർണർ ചൂണ്ടിക്കാണിച്ചതെങ്കിൽ ഈ തുടർന്ന് നന്ദിപ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി ഗവർണറെ കടന്നാക്രമിച്ചില്ല. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെയും കോൺഗ്രസിനെതിരെയുമായിരുന്നു കൂടുതൽ കടന്നാക്രമണങ്ങൾ നടത്തിയത്. അതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള വേട്ടയാടൽ നേരിടുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇതാണ് ഇപ്പോൾ പുസ്തകമാക്കി മാറ്റുന്നത്. 47 ലക്ഷം കോപ്പി പുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനാണ് 4 കോടി രൂപയ്ക്കടുത്ത് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മാസവും കടമെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ്. ഈ വർഷവും കടമെടുക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സാമ്പത്തിക വർഷം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും വ്യക്തമില്ലാത്ത അവസ്ഥയാണ്. ഇതിനൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകാൻ കഴിയുന്നില്ല. അതിനായി സഹകരണ സംഘങ്ങളിൽ നിന്ന് 3 മാസം കൂടുമ്പോൾ കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. KSRTC പെൻഷൻ നൽകാൻ കഴിയുന്നില്ല. കാരുണ്യ പദ്ധതിക്ക് പണം നൽകാൻ കഴിയുന്നില്ല. ഈ രീതിയിൽ വലിയൊരു രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോഴാണ് ധൂർത്തിന് പക്ഷേ ഒരു കുറവുമില്ല. അതേസമയം തന്നെ ധനവകുപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ചെലവ് ചുരുക്കണം. വിവിധ വകുപ്പുകൾക്കാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ ഭാഗമായി വിവിധ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നു. മാത്രമല്ല ഈ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട പദ്ധതികൾ തന്നെയാണ് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നത്. സിവിൽ സപ്ലൈസിന് പോലും ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിന് പണം നൽകുന്നില്ല. സബ്സിഡി സാധനങ്ങൾക്ക് പണം വാങ്ങിയതിൻ്റെ ഇടയിൽ കരാറുകാർക്ക് വൻ കുടിശ്ശികയാണ് സംസ്ഥാന സർക്കാർ വരുത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടെയാണ് പക്ഷേ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ധൂർത്ത് യഥേഷ്ടം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ഈ PR പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും 10 കോടി രൂപയ്ക്കടുത്ത് സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. അതിലേറെയും ചെലവഴിച്ചത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ മറുപടി പ്രസംഗം പുസ്തക രൂപത്തിലാക്കുന്നതിന് വേണ്ടി 4 കോടി രൂപയ്ക്കടുത്ത് അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ധൂർത്ത് എത്രത്തോളം വലുതാണ്, അതിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ധനവകുപ്പ് ഈ ചെലവ് ചുരുക്കൽ വേണമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടയിലും മുഖ്യമന്ത്രിക്ക് ഇതൊന്നും ബാധകമല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. കാരണം ഈ ധൂർത്തുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ധൂർത്ത് 100 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിക്കുന്നു. ആ സമയത്ത് ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അതിഥികൾക്ക് ക്ഷണക്കത്തും ബ്രോഷറുകളും ഒക്കെ അച്ചടിക്കുന്നതിന് വേണ്ടി 10 കോടി രൂപയ്ക്കടുത്തായിരുന്നു ചെലവഴിച്ചത്. അതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് ഈ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം. അത് നിയമസഭയിലെ മറുപടി പ്രസംഗം അച്ചടിച്ച് പുസ്തക രൂപത്തിലാക്കി വിതരണം ചെയ്യുന്നത്. നമുക്കറിയാം ഈ മറുപടി പ്രസംഗങ്ങൾ എപ്പോഴും നിയമസഭയുടെ രേഖകളിലുണ്ട്. നിയമസഭാ സൈറ്റുകൾ പരിശോധിച്ചാൽ അത് ആർക്കും ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്നാൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇത് അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന് മാത്രമല്ല, അത് മുഖ്യമന്ത്രിയുടെ മാത്രമാണ് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത്. അതിൽ തന്നെ 4 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നീലിമ, അതായത് അന്ന് വലിയ വിവാദമായതാണ് സർക്കാർ നൽകിയ നയപ്രഖ്യാപനം 78 സെക്കൻഡിലേക്ക് ചുരുക്കിക്കൊണ്ടാണ് അന്ന് നയപ്രഖ്യാപന പ്രസംഗം
ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ സാഹചര്യമുണ്ടായത്. അതിൽ വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്നു. അതുപോലെ ചില ന്യൂനപക്ഷ ബെൽറ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ പരാമർശങ്ങൾ നമുക്കറിയാം. CAEയുടെ കാലത്തും അതുപോലെ സമാനമായി നടന്ന സംഭവങ്ങളുടെ കാലത്തുമൊക്കെ കേന്ദ്ര സർക്കാരിനെ അങ്ങേയറ്റം കടന്നാക്രമിക്കുകയും ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടി ഈ സർക്കാർ നിലപാടെടുക്കുന്നു എന്ന രീതിയിലുമൊക്കെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ വന്നിരുന്നു. അത് തന്നെയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഉൾക്കൊള്ളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് ഈ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഒരു തരത്തിലും സത്യവുമായി ഒരു അടുത്ത ബന്ധം പോലും പുലർത്താത്ത ഈ നയപ്രഖ്യാപന പ്രസംഗം 78 സെക്കൻഡ് കൊണ്ട് വായിച്ചു തീർക്കുകയായിരുന്നു അന്ന് ഗവർണർ ചെയ്തത്. ഇപ്പോൾ നോക്കൂ, മുഖ്യമന്ത്രിയുടെ പ്രസംഗം 4 കോടി രൂപ, ഒരു പുസ്തകം പ്രസാധനം ചെയ്യാൻ 4 കോടി രൂപ എന്ന് പറയുമ്പോൾ അത് നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമായിരിക്കാം ഒരുപക്ഷെ. 4 കോടിയൊക്കെ ഒരു പുസ്തകം പ്രസാധനം ചെയ്യാൻ, പുസ്തകമാക്കാൻ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ മനോഭാവം, കേരളത്തിലെ ജനങ്ങളോടുള്ള ഇവരുടെ മനോഭാവം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു മനോഭാവം തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? തീർച്ചയായും നീലിമ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ PR വർക്കുകൾക്കായി കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം ഏകദേശം 50 കോടി രൂപയ്ക്കടുത്താണ് ഈ PR പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചുകൊണ്ടിരുന്നത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ഈ ദൂർത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടി യഥേഷ്ടം ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ PR ഏജൻസികളെ നിശ്ചയിക്കുന്നു. ഈ PR ഏജൻസികൾ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതിനൊക്കെ ഈ സർക്കാർ ഖജനാവിൽ നിന്ന് യഥേഷ്ടം ഇങ്ങനെ പണം ചെലവഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഈ മുഖ്യമന്ത്രി നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത്. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും യാതൊരു തരത്തിലുള്ള പരാതികൾക്കും പരിഹാരം ഉണ്ടാക്കുകയല്ല നവകേരള സദസ്സ് കൊണ്ട് ലക്ഷ്യമിട്ടത് എന്ന തരത്തിൽ മന്ത്രിമാർ പോലും പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഇതിന് പിന്നാലെയാണ് ഏതായാലും ഈ മണ്ഡലങ്ങളിലേക്ക് എത്തി 140 നിയോജകമണ്ഡലങ്ങളിലും എത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നൊക്കെ വാഗ്ദാനം നൽകിക്കൊണ്ട് നവകേരള സദസ്സ് നടത്തിയെങ്കിലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഇപ്പോഴും 90% പരാതികളും പരിഹാരം കാണാതെ കെട്ടിക്കിടക്കുന്നു എന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരുന്നു. മാത്രമല്ല ഈ നവകേരള സദസ്സിൻ്റെ യഥാർത്ഥ കണക്കുകൾ പോലും സർക്കാർ ഇപ്പോഴും പുറത്തുവിടാത്ത ഒരു സാഹചര്യമാണ്. നിയമസഭയിൽ ആവർത്തിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ കണക്കുകൾ സർക്കാർ പുറത്തുവിടുന്നില്ല. മാത്രമല്ല ഈ ബ്രോഷറുകളുമൊക്കെ അച്ചടിച്ചതിൻ്റെ കണക്കുകളാണ് പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ഏതായാലും കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഈ നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മാത്രമായി പ്രസിദ്ധീകരിക്കുന്നു, അത് പുസ്തകമാക്കുന്നു. അതിനുവേണ്ടി 4 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധിയാണ് നമ്മൾ ഇവിടെ കണക്കിലെടുക്കേണ്ടത്. കാരണം ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതിൻ്റെ പേരിൽ സാധാരണക്കാർ ദുരിതം അനുഭവിക്കുന്നുണ്ട്. സാധാരണക്കാർ ഈ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും എത്തുമ്പോൾ ചികിത്സ ലഭ്യമാകാത്ത സാഹചര്യമുണ്ട്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് നിരവധി തവണയാണ് കത്തെഴുതിയിരിക്കുന്നത്. ഈ അവശ്യ മരുന്നുകൾ പോലും സംസ്ഥാനത്ത് ലഭ്യമല്ല, അത് വാങ്ങുന്നതിന് വേണ്ടി പണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അങ്ങനെ ആശാവർക്കർമാർ ഈ തെരുവിൽ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 26 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിലാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വൻ ധൂർത്ത് തുടർന്ന് സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. സമഗ്ര വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് R. രാജീവ് നൽകിയത്.